കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരിക്കെ കണ്ണൂർ ADM നവീൻ ബാബുവിനെ അധിക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും മരണത്തിലേക്ക് തള്ളിവിട്ടതിന് ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായ PP ദിവ്യയെ വെളുപ്പിച്ചെടുക്കാൻ പോലീസിന്റെ രക്ഷാപ്രവർത്തനം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇഴഞ്ഞു നീങ്ങുമ്പോഴാണ് പോലീസ് ഇപ്പോൾ PP ദിവ്യയ്ക്കു വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന PP ദിവ്യയുടെ പരാതിയിന്മേൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. PP ദിവ്യ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ വനിതാ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. യൂട്യൂബർ ബിനോയ് കുഞ്ഞുമോൻ, തൃശൂർ സ്വദേശി വിമൽ, ന്യൂസ് കഫേ ലൈഫ് തുടങ്ങിയവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നായിരുന്നു ദിവ്യയുടെ പരാതി. കുടുംബാംഗങ്ങളെ കൊല്ലുമെന്നുള്ള ഭീഷണിയും ഉണ്ടായി എന്ന് PP ദിവ്യ പരാതിയിൽ പറയുന്നു. PP ദിവ്യ ഏക പ്രതിയായ ഈ കേസിലെ ദുരൂഹതകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്നിരിക്കെയാണ് ദിവ്യയ്ക്ക് വേണ്ടി പോലീസ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. യാത്രയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ പരസ്യമായി അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് പിറകെയായിരുന്നു നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ ക്വാർട്ടേഴ്സിൽ കണ്ടെത്തിയത്. ഒക്ടോബർ 14 നടന്ന യാത്രയപ്പ് യോഗത്തിലായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. ക്ഷണിക്കാതെ എത്തിയ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന PP ദിവ്യ ചൊരിഞ്ഞത് ആക്ഷേപങ്ങൾ മാത്രം. സ്ഥലം മാറ്റത്തിന്റെ സന്തോഷം തല്ലിക്കെടുത്തിയ വാക്കുകൾ, കിട്ടിയ ഉപഹാരങ്ങൾ പോലും എടുക്കാതെയായിരുന്നു നവീൻ ബാബു കളക്ട്രേറ്റ് വിട്ടിറങ്ങിയത്. രാത്രി 8:55 മലബാർ എക്സ്പ്രസിനായിരുന്നു നവീൻ ബാബു നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിരുന്നത്. പുലർച്ചെ നവീൻ ബാബുവിനെ കൂട്ടാൻ ചെങ്ങന്നൂരിലെത്തിയ ബന്ധുക്കളാണ് നവീൻ ബാബു ട്രെയിനിലില്ല എന്ന വിവരം കണ്ണൂരിൽ അറിയിക്കുന്നത്. ADMന്റെ ഡ്രൈവർ പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് അന്വേഷിച്ചെത്തിയപ്പോഴാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. കേസന്വേഷിക്കുന്ന പോലീസ് ദിവ്യയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് എന്നും അതുകൊണ്ട് CBIക്ക് ഈ കേസ് വിടണമെന്നുമാണ് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേസ് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. CBI അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടിലാണ് CPMഉം സംസ്ഥാന സർക്കാരും. നവീൻ ബാബുവിനൊപ്പമാണ് തങ്ങളെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും CPMഉം സർക്കാരും PP ദിവ്യയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കേസന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നത്. പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് അയച്ചതായി പറയുന്ന വ്യാജ പരാതിയെക്കുറിച്ചോ ഈ പമ്പിന് പിന്നിലെ ബിനാമികളെ കുറിച്ചോ ഒന്നും പോലീസ് അന്വേഷിക്കുന്നില്ല. ഇതിനിടെ ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗമായി തിരഞ്ഞെടുക്കുക കൂടി ചെയ്തിട്ടുണ്ട്. പതുക്കെ ദിവ്യയെ പഴയ പ്രതാപത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ തക്കം നോക്കിയിരിക്കുകയാണ് പാർട്ടി. അതിനിടെയാണ് ഇപ്പോൾ ദിവ്യ തന്നെ സോഷ്യൽ മീഡിയ അപകീർത്തിപ്പെടുത്തിയ നടവുമായി രംഗത്തെത്തിയതും അതിന് പോലീസ് കേസെടുത്തിരിക്കുന്നതും. മരണമടഞ്ഞ നവീൻ ബാബുവിനെതിരെ കൂടി ഇനി ദിവ്യ കേസ് കൊടുക്കുമോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്.